ഹായ് ഓൾ, വെൽക്കം ടു വൺസ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ മോഡ്യൂൾ 1-ലെ NFAയിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കൺസ്ട്രക്ട് ആൻ NFA that accept sigma equal to a, b contains the substring AB. അതായത് സബ്സ്ട്രിങ് AB വരുന്ന AB-നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ എഴുതണ്ടേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ലാംഗ്വേജ് എഴുതണം, അല്ലെ? ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ സ്ട്രിങ്സ് ആണ് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനെല്ലാം സെറ്റ് ആക്കി എഴുതുന്ന പ്രോസസ്സാണ് ലാംഗ്വേജിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നോക്കിയേ, എല്ലില് ലാംഗ്വേജിനെ നമ്മൾ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. AB എന്താണെങ്കിലും സബ്സ്ട്രിങ് AB എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് AB-നെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി എഴുതണം, അല്ലെ? അപ്പൊ നമ്മൾ AB എഴുതി. ഇനി സബ്സ്ട്രിങ് ആയിട്ട് AB വരണം എന്നേ ഉള്ളൂ. AB-ക്ക് മുന്നേ ഒരു A വരാം, AB കഴിഞ്ഞ് A വരാം, ഒന്നും കുഴപ്പമില്ല. അപ്പൊ അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഇതുപോലെ സ്ട്രിങ്സിനെ എഴുതി. ഏതൊക്കെ വരുന്ന AB ഉണ്ട്, AABB ഉണ്ട്, BAB ഉണ്ട്, AABA ഉണ്ട്, അല്ലെ? ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെയാ ഡയഗ്രാം വരയ്ക്കുന്നത്? ഈ ലാംഗ്വേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോവല്ലേ? AB സബ്സ്ട്രിങ് ആയിട്ട് എത്ര സ്ട്രിങ് വേണമെങ്കിലും നമുക്ക് ഈ AB ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നത് കാണാം. അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? സാധാരണ മിനിമം നമ്പർ ഓഫ് സ്ട്രിങ്സ് ഉള്ള ഒരു സെറ്റിനെ എടുക്കും. ഇവിടെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് AB ആണ് ഏറ്റവും മിനിമം ലെങ്ത് ആയിട്ടുള്ള സ്ട്രിങ്, ശരിയല്ലേ? ബാക്കിയുള്ളതെല്ലാം എന്ന് പറയുന്നത് കൂടുതലാണല്ലേ, 2 ലെങ്തിനെ കഴിഞ്ഞും കൂടുതലാണ്. AB-ക്ക് ആണെങ്കിൽ മിനിമം ലെങ്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ AB-നെ നമ്മൾ മാത്രം എടുത്തിട്ട്, അതായത് ഏറ്റവും മിനിമം ലെങ്തിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമ്മൾ വരയ്ക്കണം. അപ്പോൾ AB എന്ന് പറയുന്നത് 2 ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. 2 ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു 3 സ്റ്റേറ്റ്സ് മിനിമം വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം. Q0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ്, Q2 എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്. ഓക്കെ, Q0 ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. Q0-നെ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? AB സബ്സ്ട്രിങ് ആയിട്ട് വരണം എന്നുള്ളതാണ്. സ്പെസിഫിക് ആയിട്ട് AB സബ്സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് A ഇവിടെയും B ഇവിടെയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. എന്തുകൊണ്ടാ A, B എന്ന് ഇവിടെ കൊടുക്കാതിരുന്നത്? A, B എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ B എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ? അങ്ങനെ വരാൻ പാടില്ലല്ലോ. Aയും Bയും അടുത്തടുത്ത് തന്നെ വരണം. പക്ഷെ Aയും Bയും അടുത്തടുത്ത് വരണമെന്ന് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു Aയോ Bയോ വന്നാൽ കുഴപ്പമുണ്ടോ? ഇല്ല, നോ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോഴും ഇവിടെ ഒരു Aയോ Bയോ വന്നാലോ? അവിടെയും പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഈ പറയുന്ന NFA നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ ഒന്നുമില്ല, മിനിമം ലെങ്തിൽ നമ്മൾ ആദ്യമേ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് AB എന്ന് പറയുന്ന സബ്സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിന്റെ ഉള്ളിൽ വരുന്ന ABA എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ വരുന്നതിനെയാണ് നമ്മൾ സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ സബ്സ്ട്രിങ് ഇവിടെ വരുന്നുണ്ടോ നോക്കിയിട്ട് അതിന്റെ ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്തു ആദ്യം. അതിനനുസരിച്ച് നമ്മൾ NFA വരച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണേ? കൺസ്ട്രക്ട് ആൻ NFA that accept sigma equal to 0,1 string contains either 2 consecutive zeros or 2 consecutive ones. ഇവിടെ 0യും 1ഉം യൂസ് ചെയ്തുകൊണ്ട് 2 കോൺസിക്യൂട്ടീവ് 1 അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് സീറോസ് വരുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു NFA വരയ്ക്കണം. അത് നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? അതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെ? ലാംഗ്വേജിൽ എന്താ വന്നെ? 0 വരാലോ. 0 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് അതിനെ ആക്സെപ്റ്റ് ചെയ്യും, NFA-നെ ആക്സെപ്റ്റ് ചെയ്യും. 1 വന്നാൽ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 3 നമ്മൾ കാണുവാണ്, പക്ഷെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. 2 കോൺസിക്യൂട്ടീവ് 0 വരണം എന്നേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ 2 കോൺസിക്യൂട്ടീവ് 1 ആണ്. അപ്പൊ 2 കോൺസിക്യൂട്ടീവ് 1 അടുത്തടുത്ത് 2 1 അല്ലെങ്കിൽ അടുത്തടുത്ത് 2 0 രണ്ടും വന്നാൽ ആക്സെപ്റ്റ് ചെയ്യുന്ന NFA ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നോക്കിയേ എങ്ങനെ നമ്മൾ വരയ്ക്കും. ആദ്യത്തേത് സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. Q0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇത് സ്റ്റാർട്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ നമുക്ക് 2 കണ്ടീഷൻ ഇവിടെ ഉണ്ടല്ലേ? അതായത് ഒന്നെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് 1 വരണം, അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ്
0 വരണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് Q0, Q1, Q2. ഈ Q2നെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റേറ്റും കൂടെ വരയ്ക്കാം നമുക്ക്, Q3. ഇവിടെ എന്താന്ന് വെച്ചാൽ Q0യിൽ നിന്ന് Q1 വരെ 0, 0യും 1, 1ഉം അല്ലേ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാത്രം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. 0, 0 വന്നാൽ ഈ വഴി പോയി ഫൈനൽ സ്റ്റേറ്റിലെത്തും. 1, 1 ആണെങ്കിൽ ഈ വഴി വന്നിട്ട് ഫൈനൽ സ്റ്റേറ്റിലെത്തും. ഓക്കെ, അപ്പൊ ഇതിന് രണ്ടിനും സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് പാത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതായത് രണ്ട് കണ്ടീഷൻ പറഞ്ഞത് കൊണ്ടാണ് ഈ രണ്ട് രീതിയിൽ വരച്ചത്. 0, 0യും വരണം, അതുപോലെ 1, 1ഉം വരണം. ഇനി ഇത് സബ് സ്ട്രിങ് ആയിട്ട് വരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 0യോ 1ഓ വന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. അപ്പൊ Q0യിൽ ഒരു 0യും 1ഉം വരും. അതുപോലെ തന്നെ Q2ലും എന്തുണ്ട്? 0യും 1ഉം വരും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള കറസ്പോണ്ടിങ് NFA എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. Construct an NFA that accepts set of all strings contain 1, 1, 0, 0 as substring. ഇവിടെയും സബ്സ്ട്രിങ്ങിന്റെ കേസാ പറയുന്നത്. 1, 1, 0, 0 സബ്സ്ട്രിങ് ആയിട്ട് വരണം, അങ്ങനെയാണ് പറയണത്. അപ്പൊ അതിന് മുമ്പ് 0യോ 1ഓ എന്തും വരാം, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് ലാംഗ്വേജ് എഴുതുവാണെങ്കിൽ ലാംഗ്വേജിനെ നമുക്ക് L എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് 1, 1, 0, 0 എഴുതാം അല്ലെ. അതിനുശേഷം എന്ത് വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ പറയുന്ന സബ്സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 0 വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതിന് ശേഷം ഒരു 1 വന്നു, അങ്ങനെ അങ്ങ് പോകും അല്ലെ. അപ്പൊ ഇത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ ഈ ലാംഗ്വേജ്? ഇത് ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് ആണ്. അങ്ങനെ ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് NFA അല്ലെങ്കിൽ DFA വരയ്ക്കുന്നത്? അവിടെ മിനിമം ലെങ്ത് ഉള്ള സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള NFA നമ്മൾ വരയ്ക്കും. എന്നിട്ട് ലൂപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ അവസാനം ഈ ഇൻഫൈനൈറ്റ് ആയിട്ട് വരുന്ന ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. അതല്ലേ ചെയ്യുന്നത്? അപ്പോൾ 1, 1, 0, 0 എന്ന് പറയുമ്പോൾ എത്ര ലെങ്ത് ആ ഇതിനുള്ളത്? 4 ആണ് ഇതിന്റെ ലെങ്ത് അല്ലെ. അപ്പം നമുക്ക് മിനിമം എത്ര സ്റ്റേറ്റ് വേണ്ടി വരും? മിനിമം ഇതൊരു ലോജിക്ക് മാത്രമാണ് കേട്ടോ. മിനിമം ഒരു 5 സ്റ്റേറ്റ് വേണം അല്ലെ. അപ്പൊ നമുക്ക് Q0, Q1, Q2, Q3, Q4. ഇപ്പൊ 5 സ്റ്റേറ്റ്സ് ആയില്ലേ. Q4 എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ 1, 1, 0 നമ്മുടെ സബ്സ്ട്രിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സബ്സ്ട്രിങ് എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും അതിനെ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ സ്പെസിഫിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ 1, നെക്സ്റ്റ് ഏതാണ്? 1, ഇനി 0, 0. ശരിയല്ലേ? 1, 1, 0, 0 എന്ന് പറയുന്നത് സബ്സ്ട്രിങ് ആയിട്ട് ഇതുപോലെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ആ സബ്സ്ട്രിങ് എന്ന് പറയുന്ന പാറ്റേൺ അവിടെ പോകൂലേ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് സബ്സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ തന്നെ വരച്ചു കൊടുക്കണം. പിന്നെ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഈ സബ്സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും അതുപോലെ ഈ സബ്സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും നമുക്ക് എന്ത് വേണേലും വരാലോ. 1ഓ 0യോ റിപ്പീറ്റ് ചെയ്ത് വരാലോ. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് കൊടുത്തു. Q0യിൽ 1ഓ 0യോ എത്ര വട്ടം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരാം. അവിടെ ഒരു ലൂപ്പ് കൊടുത്തു. അതുപോലെ തന്നെ Q4ലും നമ്മളൊരു ലൂപ്പ് കൊടുത്തു. 1ഓ 0യോ എത്ര തവണ വേണമെങ്കിലും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പൊ ഇടയ്ക്കുള്ള സബ്സ്ട്രിങ്ങിന്റെ കേസിൽ മാത്രം റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഓക്കെ, അപ്പോ NFAയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പുതിയ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്